നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് നോക്കുമ്പോൾ രാവിലെ കണ്ട വിലയല്ല ഉച്ചയ്ക്ക് കണ്ടതല്ല വൈകുന്നേരം. ഓരോ സെക്കൻഡിലും മാറുന്ന ഈ വിമാന നിരക്കുകൾ കണ്ട് അമ്പരക്കാത്ത പ്രവാസികൾ ഉണ്ടാകില്ല. പണ്ട് ദിവസങ്ങൾ കൂടുമ്പോൾ മാറിയിരുന്ന നിരക്കുകൾ ഇന്ന് മിനിറ്റുകൾക്കുള്ളിൽ കുതിച്ചുയരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ആവർത്തിച്ച് സെർച്ച് ചെയ്യുന്നത് കൊണ്ടാണോ ടിക്കറ്റ് വില കൂടുന്നത്? അതോ ഇതിന് പിന്നിൽ വിമാന കമ്പനികളുടെ മറ്റു തന്ത്രങ്ങളുണ്ടോ? ജെറ്റ് ഇന്ധന വിലയിലെ വർധനവും ആഗോള സംഘർഷങ്ങളും നിങ്ങളുടെ പോക്കറ്റിനെ എങ്ങനെ ബാധിക്കുന്നുവെന്നും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും ഇന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രവാസികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വിമാന ടിക്കറ്റ് വിപണിയിലെ രഹസ്യങ്ങളുണ്ട്. യുഎഇയിലെ മലയാളി പ്രവാസികൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിലെ വർധനമാണ്. മാസങ്ങൾക്ക് മുന്നേ പ്ലാൻ ചെയ്താലും ടിക്കറ്റ് എടുക്കാൻ വെബ്സൈറ്റുകൾ തുറക്കുമ്പോൾ ഓരോ നിമിഷവും മാറുന്ന നിരക്കുകൾ കണ്ട് പ്രവാസികൾ തലയിൽ കൈവച്ചു പോവുകയാണ്. രാവിലെ കണ്ട വിലയല്ല ഉച്ചയ്ക്ക് കണ്ടതല്ല വൈകുന്നേരം. ഇതാണ് നിലവിലെ അവസ്ഥ. പണ്ട് ദിവസങ്ങൾ കൂടുമ്പോഴായിരുന്നു വിമാന ടിക്കറ്റ് നിരക്കുകളിൽ മാറ്റം വന്നിരുന്നതെങ്കിൽ ഇന്ന് ആ മാറ്റം വളരെ പെട്ടെന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തേത് ഇന്ധനവിലയിലെ മാറ്റങ്ങളാണ്. അതായത് വിമാന കമ്പനികളുടെ പ്രവർത്തന ചെലവിന്റെ ഏകദേശം 25% ഇന്ധനത്തിനായിട്ടാണ് ചെലവാക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ജെറ്റ് ഇന്ധനത്തിന്റെ വില ബാരലിന് $179 വരെ ഉയർന്നു നിൽക്കുന്നു. അതിനാൽ കമ്പനികൾ ഈ വർധനവ് ടിക്കറ്റ് നിരക്കിലൂടെയാണ് നികത്തുന്നത്. മറ്റൊന്ന് വിമാനങ്ങളുടെ കുറവാണ്. നിലവിലെ പ്രാദേശിക സംഘർഷങ്ങൾ കാരണം പല വിമാന സർവീസുകളും റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. ചിലത് മാത്രമേ പഴയ രീതിയിലേക്ക് മാറിയിട്ടുള്ളൂ. കൂടാതെ വിമാനങ്ങളുടെ എണ്ണം കുറയുകയും യാത്രക്കാരുടെ എണ്ണം കൂടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഡിമാൻഡ് കൂടുകയാണ്. ഇതൊക്കെ ടിക്കറ്റ് നിരക്ക് ഉയരാൻ കാരണമാകുന്ന ഘടകങ്ങളാണ്. മൂന്നാമത്തെ മാറ്റം റൂട്ട് മാറ്റമാണ്. അത് യുദ്ധം അല്ലെങ്കിൽ സംഘർഷ മേഖലകൾ ഒഴിവാക്കി വിമാനങ്ങൾ പറക്കുമ്പോൾ കൂടുതൽ ദൂരം താണ്ടി സഞ്ചരിക്കേണ്ടി വരും. ഇത് പലപ്പോഴും ഇന്ധന ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ആ അധിക ചെലവ് നമ്മുടെ ടിക്കറ്റ് വിലയിൽ പിടിക്കുകയും ഒക്കെ ചെയ്യും. അതേസമയം ചില ആളുകൾ കരുതുന്നത് നമ്മൾ ആവർത്തിച്ച് സെർച്ച് ചെയ്യുന്നത് കൊണ്ടാണ് വില കൂടുന്നതെന്നാണ്. എന്നാൽ കാര്യം അങ്ങനെയല്ല. വിമാന കമ്പനികളുടെ സോഫ്റ്റ്വെയറുകൾ ലോകം മുഴുവനുള്ള ഡിമാൻഡാണ് നോക്കുന്നത്. വിമാന കമ്പനികൾ ഉപയോഗിക്കുന്ന ഡൈനാമിക് പ്രൈസിംഗ് എന്ന അത്യാധുനിക അൽഗോരിതമാണ് ഈ വില വ്യത്യാസത്തിന് പിന്നിലെ പ്രധാന വില്ലൻ. വിമാനത്തിലെ സീറ്റുകൾ വിവിധ ഭാഗങ്ങളിലായി തിരിച്ചിട്ടുണ്ടാകും. കുറഞ്ഞ നിരക്കിലുള്ള സീറ്റുകൾ വിറ്റുതീരുന്ന മുറയ്ക്ക് സോഫ്റ്റ്വെയർ സ്വയമേ അടുത്ത ഉയർന്ന നിരക്കിലേക്ക് മാറുന്നു. വിപണിയിലെ ഡിമാൻഡ്, സീസൺ, മറ്റ് വിമാന കമ്പനികളുടെ നിരക്ക് എന്നിവ തത്സമയം വിശകലനം ചെയ്താണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതിനാൽ ഒരേ വിമാനത്തിൽ ഒരേ സൗകര്യങ്ങളോടെ യാത്ര ചെയ്യുന്ന 2 പേർ നൽകുന്ന തുക വലിയ വ്യത്യാസമുള്ളതാകാൻ കാരണം ഇതാണ്. ഒരു പ്രത്യേക റൂട്ടിലേക്ക് പെട്ടെന്ന് ആളുകൾ ബുക്ക് ചെയ്യാൻ തുടങ്ങിയാൽ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് വില വർദ്ധിപ്പിക്കും. കുറഞ്ഞ നിരക്കിലുള്ള ടിക്കറ്റുകൾ വിറ്റ് തീരുന്നതോടെ അടുത്ത നിരക്കിലുള്ള ടിക്കറ്റുകൾ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഇതിനു പുറമെ മിഡിൽ ഈസ്റ്റിലെ നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം വിമാനങ്ങൾ റൂട്ട് തിരിച്ചു വിടുന്നുണ്ട്. ആ വലിയ സാമ്പത്തിക ബാധ്യതയാണ് വിമാന കമ്പനികൾ ടിക്കറ്റ് വില കൂട്ടി മറ്റൊരു രീതിയിൽ ഈടാക്കുന്നത്. സംഘർഷ മേഖലകൾ ഒഴിവാക്കി കൂടുതൽ ദൂരം പറക്കേണ്ടി വരുമ്പോൾ അധികമായി വേണ്ടിവരുന്ന ഇന്ധന ചെലവും വിമാന ജീവനക്കാരുടെ അധിക ജോലി സമയവും ഒക്കെ കമ്പനികൾ യാത്രക്കാരിൽ നിന്നാണ് ഈടാക്കുന്നത്. വിമാനങ്ങളുടെ ലഭ്യത കുറയുന്നതും യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതും ഈ പ്രതിസന്ധിക്കൊക്കെ ആക്കം കൂട്ടുന്നതാണ്. അതേസമയം ഈ ദിവസം തന്നെ യാത്ര ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാതെ തൊട്ടടുത്ത ദിവസങ്ങളിലെ നിരക്ക് കൂടി പരിശോധിച്ച ശേഷം ടിക്കറ്റ് നിരക്ക് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. എയർലൈൻ വെബ്സൈറ്റുകളും ട്രാവൽ പോർട്ടുകളും പരിശോധിക്കണം. ചിലപ്പോൾ ചില കാർഡുകൾക്കോ പ്ലാറ്റ്ഫോമുകൾക്കോ ഒക്കെ പ്രത്യേക ഡിസ്കൗണ്ടുകൾ ലഭിച്ചേക്കാം. ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്ത് ഏതാണോ വിലക്കുറവ് എന്ന് നോക്കി അതുവഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അവസാന നിമിഷം വില കുറയുമെന്ന് കാത്തിരിക്കുന്നത് ഇപ്പോൾ വലിയ റിസ്ക് ആണ്, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ. കാരണം നിലവിലെ സാഹചര്യങ്ങളൊക്കെ പഴയതുപോലെ ആകാൻ ഇനിയും സമയമെടുക്കും. ചില സ്ഥലങ്ങളിലേക്ക് വിമാനങ്ങൾ കുറവായതുകൊണ്ടും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ ചിലപ്പോൾ വന്നേക്കാം. അതുകൊണ്ട് യാത്ര ഉറപ്പാണെങ്കിൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അവസാന നിമിഷം വരെ കാത്തു നിൽക്കുന്നത് ചിലപ്പോൾ ടിക്കറ്റ് കിട്ടാനും ടിക്കറ്റ് നിരക്ക് കൂടാനും ഒക്കെ കാരണമായേക്കാം. വ്യത്യസ്ത ട്രാവൽ പോർട്ടുകളും എയർലൈൻ വെബ്സൈറ്റുകളും താരതമ്യം ചെയ്യാനും ബാങ്ക് കാർഡുകളിലെ ഓഫറുകൾ ഉപയോഗിക്കാനും ഒന്നും മറക്കാതിരിക്കുക. കൃത്യമായ പ്ലാനിങ്ങും അല്പം ശ്രദ്ധയുമൊക്കെ ഉണ്ടെങ്കിൽ ടിക്കറ്റ് നിരക്ക് വർധനവിനിടയിലും ചെറിയ രീതിയിലൊക്കെ നമുക്ക് ലാഭിക്കാൻ സാധിക്കും.